Hi students, welcome to ASF Academy. I am Femin. Today we are going to discuss Herzberg motivation hygienic theory. ഓർഗനൈസേഷൻ ബിഹേവിയറിലെ മോട്ടിവേഷൻ എന്നുള്ള സെക്ഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഹെർസ്ബർഗ്സിൻ്റെ മോട്ടിവേഷൻ തിയറി. മോട്ടിവേഷൻ എന്നുള്ള പാർട്ടിൽ ഏറ്റവും കൂടുതൽ റെഗുലറായിട്ട് വരുന്ന കുറച്ച് തിയറീസ് ഉണ്ട്. ആ തിയറീസ് മാസ്ലോ ഹൈറാർക്കി തിയറി ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. ഈ വീഡിയോയിൽ ഹെർസ്ബർഗ്സിൻ്റെ മോട്ടിവേഷണൽ ഹൈജീനിക് തിയറിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു എസ്സേക്കൊക്കെ നല്ല ചാൻസ് ഉള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് നോക്കി നോക്കാം അതിൻ്റെ കാര്യങ്ങൾ. ഫസ്റ്റ് ഹെർസ്ബർഗ് തിയറി. ഹെർസ്ബർഗ്സ് തിയറി അല്ലെങ്കിൽ ഹെർസ്ബർഗ്സ് മോട്ടിവേഷണൽ ഹൈജീനിക് തിയറി എന്താണ്, അതിൽ എവിടെ നിന്നാണ് വന്നതെന്നില്ല കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഓക്കെ, ഇറ്റ് ഡെവലപ്ഡ് ബൈ ഫെഡറിക് ഹെർസ്ബർഗ്. ഫെഡറിക് ഹെർസ്ബർഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഹെർസ്ബർഗ് ഹൈജീനിക് തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ തിയറിനെ ഓൾസോ നോൺ ആസ് ടു ഫാക്ടർ തിയറി എന്നും പറയാറുണ്ട്. കാരണം ഇതിൽ രണ്ട് ഫാക്ടേഴ്സ്, രണ്ട് വേരിയബിൾസിൻ്റെ ബേസിസിലാണ് ഈ തിയറി ത്രൂ ഔട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇറ്റ് ഓൾസോ നോൺ ആസ് ടു ഫാക്ടർ തിയറി. ഇനി എപ്പോഴാണ് ഇത് എമർജ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ദ ലാസ്റ്റ് 1950s ആൻഡ് ഏർലി 1960s ഈ ഒരു തിയറി വന്നിട്ടുള്ളത്. ഇനി ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹെർസ്ബർഗും അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സും കൂടിയിട്ടാണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മോട്ടിവേഷൻ ഹൈജീനിക് തിയറി അറിയുന്ന തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് USA എന്നാണ്. ഹെർസ്ബർഗ് ഡെവലപ്ഡ് ദിസ് അപ്രോച്ച് ആഫ്റ്റർ ഇൻ്റർവ്യൂയിങ് 200 accountants and engineers. 200 accounts and engineersന് അവർ വർക്ക് ചെയ്യുന്ന ഫേമിലെ അവരോട് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ബേസിൽ അതിന്ന് കിട്ടിയ റിസൾട്ടിൻ്റെ ബേസിലാണ് ഈ ഒരു തിയറി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവരെന്താ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 200 അക്കൗണ്ടൻസ് അല്ലെ എൻജിനീയേഴ്സിൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അവരുടെ പഴയ പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ, അതിനെക്കുറിച്ച് അവർ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു അതായത് അവരുടെ പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസിൽ വന്നിട്ടുള്ള അവരുടെ ജോബിൻ്റെ എക്സെപ്ഷണലി ഗുഡ് ആയിട്ടുള്ളതും എക്സെപ്ഷണലി ബാഡ് ആയിട്ടുള്ള കുറേ കാര്യം അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. അതിൽ നിന്ന് അവർ ഓൾസോ ആസ്ക് ടു റൈറ്റ് ഡിഗ്രി ഓഫ് വിച്ച് ദയർ ഫീലിങ്സ് ഇൻഫ്ലുവൻസ് എന്തിനെ ബെറ്റർ ആയിട്ടും വേഴ്സ് ആയിട്ടും എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു അവർ ആ ഫീലിങ്സിനെ എന്നുള്ളത് ഒന്ന് റൈറ്റ് ചെയ്യാനും ഇവർ പറഞ്ഞു. ഇവർ കൊടുത്ത ഇതിന് കൊടുത്ത അവരുടെ റിസൾട്ട് ഉണ്ടാവില്ലേ, ഈ 200 പേരും റിസർച്ചിന് വേണ്ടി കൊടുത്ത റിസൾട്ടിൻ്റെ ബേസിൽ ഈ ഹെർസ്ബർഗ് ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്. ആ കൺക്ലൂഷൻ്റെ ബേസിൽ നമ്മളിവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ചെയ്യാനും ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ ചെയ്യാനും കൺസിസ്റ്റൻ്റ്ലി കുറേ റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ടാവും. ജോബ് സാറ്റിസ്ഫൈ ചെയ്യാനും ജോബ് ഡിസാറ്റിസ്ഫൈ ചെയ്യാനും കൺസിസ്റ്റൻ്റ്ലി കുറേ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മെയിൻ രണ്ട് ഫാക്ടേഴ്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതായത് നമ്മൾക്ക് ജോബ് ഡിസാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ ഹൈജീനിക് ഫാക്ടർ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഫാക്ടർ എന്നും ജോബ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഹെർസ്ബർഗ്സിൻ്റെ തിയറിയിൽ മൊത്തത്തിൽ ഒന്ന് പറയുകയാണെങ്കിൽ. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഹൈജീനിക് ഫാക്ടർ എന്താണ് മോട്ടിവേഷൻ ഫാക്ടർ എന്താണെന്ന് നമുക്ക് നോക്കാണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വന്ന ഹൈജീനിക് ഫാക്ടർ. ഹൈജീനിക് ഫാക്ടർ പറയുന്നത് ഒരു എക്സ്ട്രൻസിക് ഇൻ നേച്ചർ ആണ്. ഓക്കെ, എക്സ്ട്രൻസിക് ഇൻ നേച്ചർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അല്ലെ ഔട്ട്വേർഡ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇന്റേണലി വരുന്ന ഒരു ഫാക്ടർ അല്ല, എക്സ്ട്രൻസിക് ഇൻ നേച്ചർ ആണ്. ഈ ഹൈജീനിക് ഫാക്ടേഴ്സിനെ വി ഓൾസോ നോൺ ആസ് മെയിൻ്റെനൻസ് ഫാക്ടർ എന്നും പറയാറുണ്ട്. അതായത് ആ ജോബ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ആ ജോബിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനാണ്. ഈ ഫാക്ടേഴ്സ് ഒരിക്കലും ഇറ്റ് ഡോ നോട്ട് മോട്ടിവേറ്റ് പീപ്പിൾ. ആ ജോബിൽ ഇരിക്കുന്ന എംപ്ലോയീസിനെ ഡയറക്റ്റ് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ് ആവില്ല ഹൈജീനിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ദേ സിംപ്ലി പ്രിവെന്റ് ഡിസാറ്റിസ്ഫാക്ഷൻ ആൻഡ് സ്റ്റാറ്റസ് ക്വോ. അതായത് ഈ ഡിസാറ്റിസ്ഫാക്ഷൻ വരാൻ ചാൻസസ് ഉണ്ടാവില്ല, അതിനെ പ്രിവെന്റ് ചെയ്യാനും സ്റ്റാറ്റസ് ക്വോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയില്ലേ, അതായത് നമ്മളുടെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള അവസ്ഥ അതിനെ യാതൊരു രീതിയിൽ ബാധിക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്
hygienic factors എന്ന് പറയും. So it do not produce any positive result. ഒരു പോസിറ്റീവ് റിസൾട്ട് ഒന്നും ഈ ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല. പക്ഷേ നെഗറ്റീവ് റിസൾട്ടിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ത് ഈ ഹൈജീനിക് ഫാക്ടേഴ്സ്. ദീസ് ഫാക്ടർ ഡു നോട്ട് പ്രൊവൈഡ് എനി സാറ്റിസ്ഫാക്ഷൻ ബട്ട് എലിമിനേറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ. അതായത് ഈ ഫാക്ടേഴ്സ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല, പക്ഷെ ഡിസാറ്റിസ്ഫാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി അതിൽ നിന്ന് നമ്മളുടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഫാക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഹൈജീനിക് ഫാക്ടർ എന്ന് പറയുന്നത് എക്സ്ട്രൻസിക് ഇൻ നേച്ചർ ആണ്, അതൊരു മെയിൻ്റെനൻസ് ഫാക്ടർ ആണ്. ഇറ്റ് ഡു നോട്ട് മോട്ടിവേറ്റ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യില്ല, പക്ഷെ എന്ത് ചെയ്യാണ്ട് പ്രിവെൻറ്റിങ് നെഗറ്റീവ് റിസൾട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഡിസാറ്റിസ്ഫൈഡ് ആവുന്നതിൽ നിന്ന് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് സാറ്റിസ്ഫാക്ഷൻ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയത്തുള്ളൂ, നമുക്ക് ഈ ഫാക്ടേഴ്സ് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല, പക്ഷെ ഡിസാറ്റിസ്ഫാക്ഷനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യും. അതായത് മോട്ടിവേഷൻ 0 ലെവലാണ്, അത് നെഗറ്റീവ് ലെവലിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഇവർ സഹായിക്കുന്നുണ്ട്. മോട്ടിവേഷനെ യാതൊരു രീതിയിലും ഇത് ബാധിക്കണില്ല, പക്ഷെ ഒട്ടും മോട്ടിവേറ്റഡ് അല്ല, ഡിസാറ്റിസ്ഫൈഡ് ആവാതിരിക്കാൻ വേണ്ടി ഈ ഫാക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്താണ് ഹൈജീനിക് ഫാക്ടർ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഫാക്ടേഴ്സാണ്. ഇനി ഹൈജീനിക് ഫാക്ടേഴ്സും അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഫാക്ടേഴ്സിനും ബാധിക്കുന്ന ഈ പറഞ്ഞ മോട്ടിവേറ്റ് ചെയ്യാതെ ഡിസാറ്റിസ്ഫാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് അത് ഏതൊക്കെയാണ് നോക്കാം. ഈ 10 ഫാക്ടേഴ്സ് ആണ് ഹെർസ്ബർഗ് കൊണ്ടുവന്നിട്ടുള്ള മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ഹൈജീനിക് ഫാക്ടേഴ്സ് ആയിട്ട്. കമ്പനി പോളിസി, ടെക്നിക്കൽ സൂപ്പർവിഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് സുപ്പീരിയർ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് പിയേഴ്സ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് സബോർഡിനേറ്റ്, സാലറി, ജോബ് സെക്യൂരിറ്റി, പേഴ്സണൽ ലൈഫ്, വർക്ക് കണ്ടീഷൻസ്, സ്റ്റാറ്റസ്. ഈ ഫാക്ടേഴ്സ് ഒക്കെ മോട്ടിവേറ്റ് ചെയ്യണില്ല, പക്ഷേ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അൺസാറ്റിസ്ഫൈഡ് ആവാതിരിക്കുക, കമ്പനി നല്ല രീതിയിൽ എംപ്ലോയീസിന് അഫോർഡബിൾ ആണ് അല്ലെങ്കിൽ എംപ്ലോയീസിനെ കംഫർട്ട് ചെയ്യുന്ന ലെവലിലാണ് അവരുടെ പോളിസീസ് എങ്കിൽ അവരൊരിക്കലും ഡിസാറ്റിസ്ഫൈഡ് ആവില്ല. ടെക്നിക്കൽ സൂപ്പർവിഷൻ, അതേപോലെ നമ്മളുടെ അവിടെ വരുന്ന എല്ലാവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരേ സ്റ്റാറ്റസിലുള്ള പിയേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എംപ്ലോയിയും സബോർഡിനേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതേപോലെ അവരുടെ ബേസിക് സാലറി, അവർക്ക് ബേസിക് കൊടുക്കേണ്ട ജോബ് സെക്യൂരിറ്റീസ്, അവർക്ക് ബേസിക് കൊടുക്കേണ്ട വർക്കിംഗ് കണ്ടീഷൻസ്, ലൈറ്റിങ്, വെന്റിലേഷന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പേഴ്സണൽ ലൈഫിന് എടുക്കേണ്ട ഇൻഷുറൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ, സ്റ്റാറ്റസ്. ഈ കാര്യങ്ങളെല്ലാം ഒരിക്കലും ഹൈ മോട്ടിവേറ്റ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണില്ല, പക്ഷെ ഡിസാറ്റിസ്ഫൈഡ് ആവാതിരിക്കാൻ വേണ്ടി അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഫാക്ടേഴ്സ് ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മോട്ടിവേഷണൽ ഫാക്ടർ. ഹൈജീനിക് ഫാക്ടേഴ്സ് കഴിഞ്ഞു, അപ്പോൾ നെക്സ്റ്റ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആണ്. മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻട്രൻസിക് ഇൻ നേച്ചർ ആണ്, മറ്റേത് എക്സ്ട്രൻസിക് ഇൻ നേച്ചർ ആയിരുന്നു. അത് എക്സ്റ്റേണലി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇത് ഇന്റേർണലി ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഡയറക്റ്റ് റിലേറ്റഡ് ടു ജോബ്, ഇത് ഡയറക്റ്റ് ആയിട്ട് ജോബിനെ റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് മോട്ടിവേഷണൽ ഫാക്ടർ. എന്തായിരിക്കും അപ്പോൾ അത്? ഇറ്റ് പോസിറ്റീവ് എഫക്റ്റ് ഓൺ ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഈ ഫാക്ടേഴ്സ് എല്ലാം ജോബിനെ ഡയറക്റ്റ്ലി പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ദീസ് മോട്ടിവേഷൻ ഫാക്ടർ ഹാവ് എ പോസിറ്റീവ് എഫക്റ്റ് ഓൺ ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, മറ്റേതെന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുണ്ടായില്ല, പക്ഷെ നെഗറ്റീവ് എഫക്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനായിരുന്നു നമ്മൾ ഹൈജീനിക് ഫാക്ടർ പറഞ്ഞത്. ഇതിൽ പോസിറ്റീവ് എഫക്റ്റ്. ദീസ് ഫാക്ടേഴ്സ് ഹാവ് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ്? ഓൺ മോറൽ, സാറ്റിസ്ഫാക്ഷൻ, എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അപ്പം നമ്മളുടെ ഡയറക്റ്റ് ജോബിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് എന്ത് പറയുന്നത്? മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ 10 ഫാക്ടേഴ്സ് പറഞ്ഞു ഹൈജീനിക് ഫാക്ടർ, അതേപോലെ ഇവിടെ 6 ഫാക്ടേഴ്സ് ആണ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആയിട്ട് ഹെർസ്ബർഗ് കൊണ്ടുവന്നിട്ടുള്ളത്. അച്ചീവ്മെന്റ്, അഡ്വാൻസ്മെന്റ്, പോസിബിലിറ്റി ഓഫ് ഗ്രോത്ത്, റെക്കഗ്നേഷൻ, വർക്ക് ഇറ്റ് സെൽഫ്, റെസ്പോൺസിബിലിറ്റി. അതായത് ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം നമ്മളുടെ ജോലിനെ ഡയറക്റ്റ് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നമുക്കൊരു കൺക്ലൂഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ തിയറി
ഇതിൽ പറയുന്ന എല്ലാവർക്കും ഒരേപോലെ എഫക്റ്റ് ചെയ്യണമെന്നില്ല. എംപ്ലോയി ടു എംപ്ലോയി ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാളുടെ മോട്ടിവേഷണൽ ഫാക്ടർ ആവണമെന്നില്ല അടുത്ത ആളുടെ മോട്ടിവേഷൻ ഫാക്ടർ. ഒരാളുടെ ഹൈജീനിക് ഫാക്ടർ ആവണമെന്നില്ല അടുത്ത ആളുടെ ഹൈജീനിക് ഫാക്ടർ. അതായത് ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടുഡേസ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആർ ടുമോറോസ് ഹൈജീനിക് ഫാക്ടേഴ്സ്. വൺസ് നമ്മൾ മോട്ടിവേഷൻ ഫാക്ടർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അത് ഹൈജീനിക് ഫാക്ടർ ആയി. കാരണം പിന്നീട് ഓൾറെഡി നമ്മൾ സാറ്റിസ്ഫൈഡ് ആയ ഒരു കാര്യത്തിന് വീണ്ടും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓൾറെഡി നമുക്ക് ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഹയർ ലെവൽ ജോബിക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ലോവർ ലെവലിൽ കിടക്കുന്ന ഒരു എംപ്ലോയിക്ക് മിഡിൽ ലെവലിലേക്ക് എത്താനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാം സൂപ്പർവൈസറിനെ. ആ വ്യക്തി മിഡിൽ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു മോട്ടിവേറ്റർ ആയിട്ട് അയാൾക്ക് എടുക്കില്ല. കാരണം ഓൾറെഡി അവിടെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, അത് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു. അപ്പോൾ വേറെ ആയിരിക്കണം അയാളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഫാക്ടർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരിക്കൽ മോട്ടിവേറ്റർ ആയി കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നീട് എന്താണ് ആ ഫാക്ടർ ഹൈജീനിക് ഫാക്ടറായി മാറും. ഓക്കെ, അത് ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു. സോ ആ ഒരു ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുക, അയാളുടെ ബിഹേവിയറിനെ മോട്ടിവേറ്റർ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അതേപോലത്തെ വൺ പേഴ്സണെ ഹൈജീനിക് മേ ബി അനദർ പേഴ്സൺസ് മോട്ടിവേറ്റർ. ഒരാളുടെ ഹൈജീനിക് ഫാക്ടർ ആയിരിക്കും മറ്റൊരാളുടെ മോട്ടിവേറ്റർ ഫാക്ടർ. ഫോർ എക്സാമ്പിൾ ജോബ്, ഒരു ജോലി ഇല്ലാത്ത ഒരാൾക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത് അവിടെ മോട്ടിവേഷൻ ഫാക്ടറാണ്. പക്ഷെ ഓൾറെഡി ജോലി ഇല്ല ഒരാൾക്ക് ആ ജോലിയുടെ സാലറി പറയുന്നത് ഹൈജീനിക് ഫാക്ടറാണ്. ആ സാലറി ഇല്ലാത്ത ആൾക്ക് അത് മോട്ടിവേഷൻ ഫാക്ടറും ആ സാലറി ഓൾറെഡി മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് ഹൈജീനിക് ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ മോട്ടിവേഷൻ ഫാക്ടറും ഹൈജീനിക് ഫാക്ടറും പറയാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോയും ഈ ചാനലും എത്തിക്കാൻ വേണ്ടി നോക്കുക, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.